പത്മ, ഈ വിവാഹ സാരിയുടെ കാര്യം പത്മ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. മുമ്പൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു. ഇപ്പോ പല സമ്പന്ന വിവാഹങ്ങളിലും ഇതൊരു സ്ഥിരം കാര്യമാണ്. വേറൊന്നുമല്ല, നമുക്ക് വേണ്ടി നമ്മളൊരു കല്യാണ സാരി ഉണ്ടാക്കുന്നു. അത് ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവില്ലെന്നാണ് ഗ്യാരണ്ടി. എക്സ്ക്ലൂസീവ് ഡിസൈൻ. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാൻ കരുതിയത് വലിയ വലിയ സിറ്റീസിൽ മാത്രമേ അത് ഉള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഉദയ്. നഗരവും നാട്ടിൻപുറവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലായിടത്തും എല്ലാ പ്രമുഖ ബ്രാഞ്ചുകളുടെയും ലോഞ്ച് ഒരേ സമയത്താ. എന്റെ വിവാഹത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ മമ്മി? പത്മ, ഇതൊരു ഓർമ്മിപ്പിക്കലാണ് കേട്ടോ. സാധാരണ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാ. താഴെയുള്ള പെൺകുട്ടികളുടെ കല്യാണം ഉറപ്പിക്കുമ്പോ കൊടുക്കുന്ന സൗകര്യങ്ങളെ കുറിച്ചും സ്വർണത്തിനെ കുറിച്ചും ഒക്കെ ചേച്ചിമാരൊന്ന് ഓർമ്മിപ്പിക്കും. എനിക്ക് ഇത്രയൊന്നും തന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി. ഏയ്, ഇതങ്ങനെയൊന്നും അല്ല ആന്റി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. മമ്മി, സാരി കസ്റ്റമൈസ് ചെയ്യുന്നതൊക്കെ ഓക്കെ. വേറെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? എനിക്കായതുകൊണ്ട് മമ്മി എന്തെങ്കിലും ഒരു പ്രത്യേകത ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എടോ, താൻ എന്നെ നോക്കിയിട്ട് എന്താ കാര്യം? എന്തായാലും ഈ സാരി വിഷയത്തിൽ ഞാൻ ഇടപെടില്ല. നിങ്ങൾ ഇടപെടണ്ട. എന്റെ മോളുടെ സാരിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ എന്താ മമ്മി? സാരി ഡിസൈൻ ചെയ്ത് തീരട്ടെ. അത് കഴിയുമ്പോ അതിന്റെ കര പാകുന്നത് തങ്ക നൂലും ഉണ്ടായിരിക്കും. തങ്കനൂല് കൊണ്ടോ? യെസ്. പത്മ, അതിനൊരുപാട് പണം ചെലവാവില്ലേ? ചെലവുണ്ടാവും, പക്ഷേ എന്റെ ചൊക്കരയ്ക്ക് വേണ്ടിയല്ലേ. എന്നാലും ഏകദേശം എത്ര രൂപയാവും മമ്മി? തങ്കനൂല് പാകി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 25 lakhs. 25 ലക്ഷം രൂപയുടെ കല്യാണ സാരിയോ? പത്മ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങൾക്ക് പണം ചെലവാക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇതിൽ അനാവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ആൻ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കത് വേണ്ടാന്ന് തോന്നുമ്പോ നമുക്കതിന്റെ തങ്കനൂല് വേർപിരിച്ചെടുത്ത് വിൽക്കാവുന്നതേ ഉള്ളൂ. ഓ, അങ്ങനെ. ചെറിയൊരു നഷ്ടമൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അല്ലെങ്കിലും തന്റെ ഐഡിയാസ് എപ്പോഴും വിചിത്രമായ കാര്യങ്ങളാണല്ലോ. നടക്കട്ടെ. മമ്മി, താങ്ക് യു. ഡാഡി. മോനെ, നീ ഇതെങ്ങോട്ടാ? ഡാഡി, എനിക്കിവിടെ അകത്ത് തന്നെ ഇരുന്ന് വല്ലാതെ ബോറടിച്ചു. ഞാനൊന്ന് പുറത്തിറങ്ങിയാലൊന്ന് ആലോചിക്കുക. ഒന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരുമ്പോ ചിലപ്പോ. മോൻ തനിച്ചോ? ഇവിടുത്തെ ട്രാഫിക് ഭയങ്കര ഹോറിബിളാ. പിന്നെ സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ നിനക്ക്. എന്തായാലും രഞ്ജിത്ത് തനിച്ചു പോണ്ട. സൂര്യ, എന്താ രഞ്ജിത്ത് വീടിനകത്തിരുന്ന് ബോറടിച്ചു എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ നിൽക്കുക. അവനിവിടെ വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നീ കൂടെ ഒന്ന് പോ. അല്ല അത് നിങ്ങൾ പോന്നേ. നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കുകയും ചെയ്യാമല്ലോ. അതൊരു നല്ല കാര്യമോ?